ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷർമെൻറ്റ്സ് ഒരു ഡ്രസ്സിൽ നിന്ന് എടുക്കാമെന്നുള്ളതാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ അളവുകളാണ് വേണ്ടതെന്നും അതെങ്ങനെ എടുക്കുന്നതെന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഓക്കെ, ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ ഷോൾഡർ മുതൽ താഴെ വരെയുള്ള ലെങ്ത്താണ് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത്. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തെ അളവ് എന്ന് പറയുന്നത് ചെസ്റ്റ് റൗണ്ടാണ്. അതായത് ഈ ആമോളിൻ്റെ അടുത്തുനിന്ന് റൗണ്ടായിട്ട് എടുക്കുന്ന അളവിനാണ് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എടുക്കുന്നത് താവ് ഭാഗത്ത് വരുന്ന വിഡ്ത്താണ്. അതായത് വിഡ്ത്ത് റൗണ്ട് അതാണ് ഈ കാണിക്കുന്നത്, താവിലുള്ള വീതി. ഇതിനടുത്തതായിട്ട് എടുക്കുന്ന ഒരു മെഷർമെൻറ്റാണ് നമ്മളെ വേസ്റ്റ് റൗണ്ട്, അതായത് ഇടവെണ്ണം. ഇനി താഴത്തെ ഈ ഒരു പോർഷനാണ് ഹിപ്പ് റൗണ്ട്. ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഷോൾഡർ മുതൽ ഹിപ്പ് വരെയുള്ള ലെങ്ത്ത് അറിയണം. അതിന് വേണ്ടിയിട്ട് ഷോൾഡർ ടു ഹിപ്പ് എന്നുള്ള ഒരു മെഷർമെൻറ്റും കൂടി നമുക്ക് വേണം. ഇനി അടുത്തത് ഷോൾഡർ, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള മെഷർമെൻറ്റാണ് ഷോൾഡറിൻ്റെ എടുക്കേണ്ടത്. ഇനി അടുത്തത് എടുക്കേണ്ടത് നെക്ക് വിഡ്ത്താണ്, അതായത് കഴുത്തകലം. ഇനി ഫ്രണ്ട് നെക്ക് ലെങ്ത്ത്, അതായത് മുന്നിലുള്ള കഴുത്തിൻ്റെ ഇറക്കം. ബാക്ക് നെക്ക് ലെങ്ത്ത്, ബാക്കിലുള്ള നെക്കിൻ്റെ ലെങ്ത്ത് ഇറക്കമാണ് പറയുന്നത്. അടുത്തത് ഹാം റൗണ്ട്. റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോഡി പാർട്ടും പിന്നെ സ്ലീവും കൂടിച്ചേരുന്ന ആ ഒരു ഭാഗമാണ് ആം റൗണ്ട്. ഇനി അടുത്തത് വേണ്ടത് സ്ലീവ് ലെങ്ത്ത്, അതായത് സ്ലീവിന് എത്രത്തോളം ഇറക്കം വേണമെന്നുള്ളതാണ് സ്ലീവ് ലെങ്ത്ത്. ഇനി അടുത്തത് സ്ലീവ് റൗണ്ട്. സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത് സ്ലീവിൻ്റെ ഹെൻഡിൻ്റെ അവിടെ കിടക്കുന്ന ആ ഒരു റൗണ്ട്, ഈ ഒരു റൗണ്ടിനെയാണ് സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത്. ഇത്രയും അളവുകളാണ് മെയിനായിട്ട് ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി ചില ചുരിദാറിനൊക്കെ മുമ്പിലും ബാക്കിലും നമ്മളൊരു ടെക്ക് ഇട്ട് കൊടുക്കലുണ്ട്. അങ്ങനെ ഇടണമെങ്കിൽ അതിൻ്റെ അളവ് കൂടി എടുക്കണം. അതിന് വേണ്ടിയിട്ട് രണ്ട് അളവുകൾ എടുക്കണം. ഒന്ന് ഷോൾഡർ മുതൽ ബ്രസ്റ്റ് പോയിൻ്റ് വരെയുള്ള ലെങ്ത്ത് എടുക്കണം. അത് 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി വേണ്ടത് രണ്ട് ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലാണ്. അത് കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ കൃത്യമായിട്ട് ഡാർട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ഇത്രയും അളവുകൾ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുള്ളത് മനസ്സിലായി. ഇനി ഇത് ഒരു ഡ്രസ്സിൽ നിന്ന് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അളവ് എടുക്കുന്നതിന് മുമ്പേ ടാപ്പ് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതായത് ഇഞ്ചും, ഒരു ടാപ്പിൻ്റെ ഒരു ഭാഗത്ത് ഇഞ്ചും ഒരു ഭാഗത്ത് സെൻറ്റിമീറ്ററും ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇഞ്ചിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ അളവുകളും ഇഞ്ചിൽ തന്നെ എടുക്കണം. അതല്ല സെൻറ്റിമീറ്ററിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ അളവുകളും സെൻറ്റിമീറ്ററിൽ തന്നെ എടുക്കണം. ഞാനിവിടെ ചെയ്യുന്നത് ഇഞ്ചസിലാണ് എടുക്കുന്നത്. ഇനി കുറച്ച് ഭാഗം ഇഞ്ചസിലും കുറച്ച് ഭാഗം സെൻറ്റിമീറ്ററിലും കൂടി അങ്ങനെ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം യൂസ് ചെയ്യാൻ. ഓക്കെ, ഇനി ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഫസ്റ്റിലത്തെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഫുൾ ലെങ്ത്താണ്. അതായത് ഷോൾഡർ മുതൽ, അതായത് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് മുതൽ താഴെ വരെ എവിടെ വരെയാണോ കിടക്കുന്നത് അവിടെ വരെയുള്ള ലെങ്ത്താണ് ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഒരിക്കലും എടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തു നിന്ന് താഴോട്ടേക്ക് എടുക്കരുത് ഒരിക്കലും. അപ്പോൾ ചുരിദാറിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു പോകും. എപ്പോഴും നെക്കിൻ്റെ ആ ഒരു ഷോൾഡർ ജോയിൻ്റ് ആക്കിയ ആ ഒരു ഭാഗത്തു നിന്ന് താഴോട്ടേക്ക് വരുന്ന ഭാഗത്താണ് ഫുൾ ലെങ്ത്ത് എടുക്കുന്നത്. എവിടെ വരെയാണോ നിങ്ങൾക്ക് ചുരിദാർ കിടക്കേണ്ടത് അവിടെ വരെയുള്ള ഫുൾ ലെങ്ത്ത് എടുക്കാം. നിങ്ങൾക്ക് അത് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അത് നിങ്ങളെ ഇഷ്ടം പോലെ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 41.5 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനൊരു 1.5 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് വെച്ചിട്ട് 41.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ചും കൂടി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫുൾ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 41.5 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. 41.5 ഇഞ്ച് എന്ന് പറയുന്നത് ലെങ്ത്തും 1.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് എന്ന് പറയുന്നത് തയ്യൽ തുമ്പും കൂടിയിട്ടുള്ളതാണ്. ഇനി അടുത്ത അളവ് എന്ന് പറയുന്നത് ചുരിദാറിൻ്റെ അടിയിലുള്ള താവിൻ്റെ വിഡ്ത്താണ്. അടിഭാഗം വരുന്നതിൻ്റെ വിഡ്ത്ത്. നമ്മളിവിടെ ചെയ്യുന്നത് സ്ലിറ്റ് ഇല്ലാത്ത ചുരിദാറിൻ്റെ അളവാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഈ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള വീതിയാണ് ഒരു ചുരിദാറിൻ്റെ താവിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ പകുതിയാണ് നമ്മൾ അടയാളപ്പെടുത്തുക. അതിന് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ നേരെ പകുതി പ്ലസ്
1 ഇഞ്ചും കൂടി ആഡ് ചെയ്യും. 1 ഇഞ്ച് എന്ന് പറയുന്നത് തയ്യൽ തുമ്പ്. എനിക്കിവിടെ അളന്നപ്പോൾ കിട്ടിയിട്ടുള്ളത് 30 ഇഞ്ചാണ്. 30ൻ്റെ നേരെ പകുതി 15. 15 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടണം. 15 പ്ലസ് 1 ഇഞ്ച്. ഇനി അടുത്തത് എടുക്കേണ്ടത് നെക്ക് വിഡ്ത്താണ്. അതൊരു ഡ്രസ്സിൽ നിന്ന് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കാണും പോലെ 2 ഷോൾഡറും ഇതേപോലെ കൂട്ടി വെച്ചിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇതേപോലെ സെൻറ്റർ പോയിൻറ്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ടാപ്പ് ഷോൾഡറിൻ്റെ അടുത്തുനിന്ന് നമ്മൾ നെക്ക് വരുന്നിടത്ത് വരെ വെച്ചിട്ട് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് അളന്ന് നോക്കാൻ. നെക്കിൻ്റെ ലെങ്ത്ത് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് 4.5 ഇഞ്ചാണ്. അത് 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 5 ഇഞ്ച് എന്ന് മാർക്ക് ചെയ്യാൻ. ഇനി എടുക്കേണ്ടത് നെക്ക് വിഡ്ത്ത് എടുക്കേണ്ടത് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത ആ പോയിൻ്റിൽ നിന്ന് നെക്കിൻ്റെ സെൻറ്റർ പോയിൻറ്റിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ അവിടത്തേക്ക് അളന്ന് നോക്കാൻ. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് 3 ഇഞ്ചാണ്. അത് ഞാൻ 1/2 ഇഞ്ച് കുറച്ചിട്ട് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും 3 ഇഞ്ച് ആയിക്കോളും. ഇനി ബാക്ക് നെക്ക് ലെങ്ത്ത് അതിപ്പോൾ അളന്നപ്പോൾ കിട്ടിയത് 1.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് 2 ഇഞ്ച് എന്നുള്ളത് എഴുതാൻ. നിങ്ങൾക്ക് എത്രയാണോ അളന്നിട്ട് കിട്ടുന്നത് അതിൻ്റെ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കാൻ. ഇനി അടുത്തത് എടുക്കേണ്ടത് ഷോൾഡറാണ്. അത് നെക്കിൻ്റെ അറ്റത്തുനിന്ന് മുതൽ നമ്മളെ സ്ലീവ് ജോയിൻ്റ് ആക്കുന്നിടത്ത് വരെയാണ് ഷോൾഡർ എടുക്കേണ്ടത്. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 3.25 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 3/4 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് 4 ഇഞ്ച് എടുക്കാൻ. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ 3/4 ഇഞ്ച് കൂട്ടിയെടുക്കണം. നെക്സ്റ്റ് ആമോളാണ്. അതിങ്ങനെ സ്ലീവ് ജോയിൻ്റ് ആക്കിയെടുത്ത് മുതൽ എടുത്തിട്ട് ആമോൾ എവിടെ വരെയാണോ വരുന്നത് ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് ടാപ്പ് മടക്കി ചരിച്ചിട്ട് എടുക്കാൻ. എന്നിട്ട് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കാൻ. എനിക്ക് 6 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ 6.5 ഇഞ്ച് എടുക്കണം. അടുത്തത് എടുക്കേണ്ടത് ചെസ്റ്റ് റൗണ്ടാണ്. അതായത് ചെസ്റ്റ് വിഡ്ത്ത്. അതിപ്പോൾ എനിക്ക് ഇവിടെ ഇതുപോലെ അളക്കണം. ഒരു ഷോൾഡർ ആമോളിൻ്റെ അറ്റത്തുനിന്ന് മറ്റേ ആമോളിൻ്റെ എവിടെയാണ് അവസാനിക്കുന്നത് അവിടെ വരെ ഇതേപോലെ എടുക്കാൻ. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 20 ഇഞ്ചാണ്. 20 ഇഞ്ചിൻ്റെ കൂടെ 20 ഇഞ്ചിൻ്റെ നേരെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ എടുക്കുക. 20 ഇഞ്ച് എടുക്കുമ്പോൾ അതിൻ്റെ നേരെ പകുതി 10 ഇഞ്ച്, അതിൻ്റെ കൂടെ പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് ഇടുക. 10 പ്ലസ് 1 ഇഞ്ച്. ഇനി നെക്സ്റ്റ് വേസ്റ്റ് റൗണ്ടാണ്. അതായത് ഇടവണ്ണം. അത് നമ്മൾ ചെസ്റ്റിൻ്റെ 1 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. അതായത് ചെസ്റ്റ് 10 ആണെങ്കിൽ നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. 9 ഇഞ്ചിൻ്റെ കൂടെ പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടണം. ഇനി അടുത്തത് ഹിപ്പ് റൗണ്ടാണ് എടുക്കേണ്ടത്. ഹിപ്പ് റൗണ്ട് എടുക്കുന്നതിന് മുമ്പേ ഹിപ്പിൻ്റെ ലെങ്ത്ത് എത്ര എന്നുള്ളത് അറിഞ്ഞാൽ ഹിപ്പ് റൗണ്ട് ശരിയായിട്ട് കിട്ടും. അതിന് ഷോൾഡർ മുതൽ ഹിപ്പ് വരെയുള്ള ലെങ്ത്ത് എടുക്കാൻ. അതായത് നെക്കിൻ്റെ ഭാഗത്തു നിന്നാണ് എടുക്കേണ്ടത്. കൈക്കുഴി വരുന്നിടത്തു നിന്ന് എടുക്കരുത്. ഇപ്പോൾ ഇതിൽ കാണും പോലെ തന്നെ എടുക്കണം. ഇപ്പോൾ ലെങ്ത്ത് വരുന്നത് 18.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് 19 ഇഞ്ച് എടുക്കണം. ഹിപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഹിപ്പ് റൗണ്ട് എടുക്കണം. ഇതിൽ കാണുന്ന പോലെ എടുക്കേണ്ടത്. എന്നിട്ട് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഹിപ്പ് റൗണ്ട് അതായത് ഹിപ്പിൻ്റെ വിഡ്ത്ത്. ഹിപ്പ് റൗണ്ട് കിട്ടിയിട്ടുള്ളത് 20ആണ്. അതിൻ്റെ നേർ പകുതി 10 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് എടുക്കണം. ഇനി അടുത്തത് സ്ലീവ് ലെങ്ത്താണ്. അത് നമ്മുടെ ഷോൾഡർ മുതൽ താഴോട്ടേക്ക്, ഷോൾഡർ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടില്ല അവിടെ നിന്ന് മുതൽ താഴോട്ടേക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് വേണം എടുക്കാൻ. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 19 ഇഞ്ചാണ്. 19 ഇഞ്ചിൽ 1 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഇടണം. ഇനി അടുത്തത് എടുക്കേണ്ടത് സ്ലീവ് റൗണ്ടാണ്. സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത് സ്ലീവിൻ്റെ എൻ്റെ എവിടെ വരെയാണോ അതിൻ്റെ റൗണ്ടാണ് സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത്. എനിക്കിവിടെ ഇത് കിട്ടിയിട്ടുള്ളത് 6.25 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പ്ലസ് 1 ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് ഇടേണ്ടത്. 6.25 പ്ലസ് 1 ഇഞ്ച്. ഇപ്പം നമ്മൾ മെഷർമെൻറ്റൊക്കെ കൃത്യമായിട്ട് അളവെടുത്തിട്ട് എഴുതി വെച്ചു. ഇനി അടുത്ത വീഡിയോയിൽ കട്ട് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് എല്ലാം ഇതേപോലെ
അളവെടുത്തിട്ട് എഴുതി വെക്കുക. നെക്സ്റ്റ് വീഡിയോ കണ്ടിട്ട് നമുക്കത് കട്ട് ചെയ്യാനും കൂടി പഠിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.